ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ചവരെയല്ല, ചരിത്രം സൃഷ്ടിച്ചവരെയാണ് കാലം മഹാന്മാരായി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കും സൃഷ്ടിക്കാം പുതിയ വിജയചരിത്രം. അതിന് നിങ്ങളുടെ ഉള്ളിലെ കഴിവും കർമ്മശേഷിയും തിരിച്ചറിയുക, അത് പ്രയോജനപ്പെടുത്തുക. അനുഗ്രഹീതമായ ജന്മമാണ് നിങ്ങളുടേത്. വിജയിക്കാൻ തന്നെയാണ് നിങ്ങൾ ജന്മമെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കഴിവും കർമ്മശേഷിയും തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വിജയശ്രീലാളിതരായി മാറുന്നത്. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗവേണൻസിനെ കുറിച്ചാണ്. ഈ ഗവേണൻസ് 3 സെഗ്മെൻറ്റുകളായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സെഗ്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു വീഡിയോ ക്ലാസ്സിൽ എന്താണ് ഈ ഗവേണൻസ് എന്നും ഈ ഗവേണൻസിൻ്റെ പ്രധാനപ്പെട്ട പില്ലേഴ്സ്, അതിൻ്റെ ഇൻറ്ററാക്ഷൻസ്, അതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ്, ഈ ഗവേണൻസ് നേരിടുന്ന ചലഞ്ചസ്, ഈ ഗവേണൻസ് മോഡൽസ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്തു. നിങ്ങൾ അത് കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രണ്ടാമത്തെ സെഗ്മെൻ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഗവേണൻസ് അറ്റ് നാഷണൽ ലെവൽ, ദേശീയ തലത്തിലുള്ള ഈ ഗവേണൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ, മൂന്നാമത്തെ അഥവാ അവസാന പാർട്ടിൽ, ഈ ഗവേണൻസ് ഇൻ കേരള, നമ്മുടെ കേരളത്തിലെ ഈ ഗവേണൻസിനെ കുറിച്ചാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ 3 ക്ലാസ്സുകളിലൂടെ ഈ ഗവേണൻസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് നമ്മൾ അവസാനിപ്പിക്കുന്നു. അപ്പം മനസ്സിലായല്ലോ, ആദ്യത്തെ ക്ലാസ്സിൽ എന്താണ് ഈ ഗവേണൻസ്, ഓർമ്മയുണ്ടോ പഠിച്ചത്? അത് പെട്ടെന്ന് ഒന്ന് ഓർക്കുക, പ്രധാനപ്പെട്ട പോയിന്റുകൾ. നമുക്കൊരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട്, ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം ഒന്ന് ഉഷാറാകുന്നതിന് വേണ്ടിയിട്ട് ആ പഠിച്ച കാര്യങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവരിക. അതായത് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഗവൺമെൻറ് ടു റെൻഡർ സർവീസ്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭരണതലത്തിൽ വിവര വിനിമയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെയാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്. ആ ഈ ഗവേണൻസിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. സ്മാർട്ട് ഗവേണൻസ് ആയി മാറുന്നു. സ്മാർട്ട് ഗവേണൻസ്, SMART, നമ്മൾ അതിനെല്ലാം, ആ ലെറ്റേഴ്സിനെല്ലാം നമ്മൾ വിശദീകരണം നൽകി അല്ലേ? എസ് സിമ്പിള്, M മോറല്, A എന്താണ്? A അക്കൗണ്ടബിൾ, ദെൻ R റെസ്പോൺസീവ്, T ട്രാൻസ്പെറൻറ്റ്. അങ്ങനെ ഈ ഗവേണൻസ് ഏറ്റവും ഗുഡ് ഗവേണൻസ് ആയി മാറുന്നു. ഈ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? 4 തരത്തിലുള്ള ഈ ഗവേണൻസ് ഇൻ്ററാക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. G2C, G2G, G2B, G2E. ഞാനതിലേക്കൊന്നും വിശദമായിട്ടൊന്നും പോകുന്നില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ പില്ലേഴ്സ് ഓഫ് ഈ ഗവേണൻസ് നമ്മൾ പഠിച്ചു. 5 പില്ലേഴ്സ്, 5 C's എന്ന് നമ്മൾ പറഞ്ഞു. ഓർമ്മയുണ്ടോ? 5 C's എന്ന് പറഞ്ഞ ആ 5 തൂണുകൾ, ഈ ഗവേണൻസിൻ്റെ പില്ലേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതും നമ്മൾ വിശദമായി പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ ഗവേണൻസിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ, സ്റ്റേറ്റ് വൈഡ് നെറ്റ്വർക്ക്, പിന്നെ എന്താണ് കോമൺ സർവീസ് സെൻറ്റർ, ജനസേവന കേന്ദ്രങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചത്. ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ്. പിന്നെ ഈ ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ്, ഇമ്പോർട്ടൻസ്, ഈ ഗവേണൻസ് നേരിടുന്ന ചലഞ്ചസ്, ഈ ഗവേണൻസ് മോഡൽസ്, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി ഞാൻ പഠിപ്പിച്ചതാണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങളതെല്ലാം പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഭംഗിയായി മനസ്സിലായി എങ്കിൽ, അത് മനസ്സിലായിട്ടും വേണം
അടുത്തതിലേക്ക് പോകാൻ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു വന്നേ ഉള്ളൂ. നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഗവേണൻസ് അറ്റ് നാഷണൽ ലെവൽ, ദേശീയ തലത്തിലുള്ള ഈ ഗവേണൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദേശീയ തലത്തിൽ ഈ ഗവേണൻസിൻ്റെ നാൾ വഴികൾ അതുമുതൽ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് സാധാരണ ഒരു ശീലമുണ്ടല്ലോ, നമ്മളൊരു ടോപ്പിക് ആരംഭിക്കുന്നതിന് മുമ്പ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട 1-2 പ്രീവിയസ് ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുക നമ്മുടെ രീതിയാണല്ലോ. അതുകൊണ്ട് ഈ ഗവേണൻസ് അറ്റ് നാഷണൽ ലെവൽ എന്ന ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് പരീക്ഷകളിൽ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള 1-2 ചോദ്യങ്ങൾ, ഇവിടെ അധികം ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഞാനൊരു 2-3 ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയതിന് ശേഷം ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ആദ്യമേ നിങ്ങൾക്കൊരു ധാരണ വേണം ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം. ഇത് 2025 2025 ഏറ്റവും അടുത്ത കാലത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ദി നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ, NEGP എന്ന് പറയും. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് Government of India to make all government services available to the citizen of India via electronic media. NEGP was formulated by the following department. ശരിക്ക് ഇന്ത്യയിൽ ഈ ഗവേണൻസിന് തുടക്കം കുറിച്ചത്, ഈ ഗവേണൻസ് പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. അത് നമുക്ക് പിന്നീട് വിശദമായി പഠിക്കാം. നാഷണൽ ഇ ഗവേണൻസ് പ്ലാന് ഫോമുലേറ്റ് ചെയ്തത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ്? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണോ? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് ആണോ? ദി കൾച്ചറൽ ഇ ഗവേണൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ? ഓഫീസ് ഓഫ് ദി ഇൻഫർമേഷൻ ടെക്നോളജി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്? ഇതിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ സംയുക്തമായിട്ട്, അങ്ങനെ കൂടെ ശ്രദ്ധിക്കണേ, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ സംയുക്തമായിട്ടാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്? ഒട്ടും ആശങ്കപ്പെടേണ്ട, ഞാനിപ്പോൾ ഉത്തരം പറയുന്നില്ല. ഇന്നത്തെ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് പരിചയപ്പെടാം. വിച്ച് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ഈസ് പ്രൈമർലി എയിംഡ് അറ്റ് പ്രൊമോട്ടിംഗ് ദി യൂസ് ഓഫ് ICT എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ വിവര വിനിമയ സാങ്കേതിക വിദ്യ. നോക്കൂ, വിച്ച് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്, ഏത് ഗവൺമെൻറ് സംരംഭമാണ് പ്രൈമറി ആയിട്ട് എന്ത് പ്രൊമോട്ട് ചെയ്യുന്നത്? ICT പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ഡിജിറ്റൽ ഇന്ത്യ ആണോ, സ്കിൽ ഇന്ത്യ ആണോ, മേക്ക് ഇൻ ഇന്ത്യ ആണോ, സ്വച്ഛ് ഭാരത് അഭിയാൻ ആണോ? നമുക്ക് പഠിക്കാം. അടുത്തൊരു ചോദ്യം കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ടു സ്ട്രെങ്തൻ ഇ ഗവേണൻസ് ഇൻ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ചോദ്യമാണ്. ടു സ്ട്രെങ്തൻ ഇ ഗവേണൻസ് ഇൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ, റൂറൽ മേഖലയിലാണല്ലോ പഞ്ചായത്ത് രാജ് വരുന്നത്. ആ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടു സ്ട്രെങ്തൻ ഇ ഗവേണൻസ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ലോഞ്ച്ഡ് ഡാഷ് എ യൂസർ ഫ്രണ്ട്ലി വെബ് ബേസ്ഡ് പോർട്ടൽ. അതായത് പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഈ പഞ്ചായത്ത് സ്ഥാപനങ്ങളിൽ ഈ ഗവേണൻസ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പോർട്ടൽ ഏതാണ്? ഈ ഗ്രാമ സ്വരാജ് ആണോ, ഈ പഞ്ചായത്ത് പോർട്ടലാണോ, ഈ സേവാ പോർട്ടലാണോ, ഈ ഗ്രാമ സ്വരാജ് ആണോ? ഇതെല്ലാം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇതാണ് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്. ഞാൻ തൽക്കാലം ചോദ്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പിന്നീട് ക്ലാസ് കഴിഞ്ഞിട്ട് ഈ 3 സെഗ്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോഡൽ ചോദ്യങ്ങളും പ്രീവിയസ് ചോദ്യങ്ങളും വിശകലനം ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ടത് മനസ്സിലാവും. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനതിപ്പം പറഞ്ഞ് സമയം കളയുന്നില്ല. നിങ്ങളത് കൃത്യമായ രീതിയിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് ഡയറക്റ്റായിട്ട് കടക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇ ഗവേണൻസ് അറ്റ് ദി നാഷണൽ ലെവൽ. ഇന്ത്യയിൽ ഇ ഗവേണൻസ് എങ്ങനെയാണ് തുടക്കം കുറിച്ചത്, അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്, അത് എപ്രകാരം നല്ല രീതിയിൽ നടക്കുന്നു, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അത് നടത്തിക്കൊണ്ടു പോകാൻ ഉത്തരവാദിത്വമുള്ളത്, ഏത് വർഷമാണ് അത്തരത്തിലുള്ള ഓരോ പ്രോഗ്രാം നിലവിൽ വന്നത്
തുടങ്ങിയ കാര്യങ്ങൾ നമുക്കതിൻ്റെ നാൾ വഴികൾ ആദ്യം മുതലൊന്ന് നോക്കാം. നമുക്ക് ഏർലി ഫൗണ്ടേഷൻ ആൻഡ് ഏജൻസീസ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ്. ഇന്ത്യയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആദ്യം നിലവിൽ വരുന്ന ഒരു സംവിധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നിലവിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് എസ്റ്റാബ്ലിഷ് അറ്റ് സെൻട്രൽ ലെവൽ ഇൻ 1970. 1970 ഇന്ത്യയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതൊരു ചോദ്യമാണ്. ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഇൻ വിച്ച് ഇയർ? 1917. തുടക്കം. ഈ ഗവേണൻസ് ഒന്നും ആയിട്ടില്ല, ആ ഇൻഫർമേഷൻ ടെക്നോളജി ഒന്നും വന്നിട്ടില്ല. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയാണ് ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രോണിക് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് സെൻട്രൽ ലെവൽ 1970. 1970 മറക്കരുത്, ഈ വർഷം ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കപ്പെട്ട വർഷമാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. നിക്ക് എന്ന് പറയും, NIC, നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരിക്കും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ തുടക്കം, ഇൻഫർമേഷൻ ടെക്നോളജിക്ക് നിർണായകമായ സംഭാവന നൽകിയ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1976 അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് N. ശേഷഗിരി. ശേഷഗിരി, ദി ഫൗണ്ടിങ് ലീഡർ ഓഫ് നിക്സ്, ഫൗണ്ടിങ് ലീഡർ ഓഫ് നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ. ഇന്ത്യയിൽ നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ എന്നാണ് നിലവിൽ വന്നത്. 76 വർഷം. വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ was established in India in which year? 1976. Department of Electronic was established in 1970. 1970 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക് നിലവിൽ വരുന്നു. 1976 നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ നിക്ക് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം നിലവിൽ വരുന്നു. അതിന് നേതൃത്വം കൊടുത്ത ആളിൻ്റെ പേര് ശേഷഗിരി. ശേഷഗിരി, N. ശേഷഗിരി ഇന്ത്യയിലെ വിവര സാങ്കേതിക രംഗത്തെ ഒരു വിദഗ്ധനാണ്. വളരെ സംഭാവന, വിവര സാങ്കേതിക മേഖലയ്ക്ക് വളരെ സംഭാവന നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് N. ശേഷഗിരി. അദ്ദേഹമാണ് ഇതിൻ്റെ സ്ഥാപക നേതാവ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് 1976 നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ. എന്താണ് ആ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കൂ. ഇറ്റ് ഈസ് ദി പ്രൈമറി ഡെവലപ്പർ ഓഫ് ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ. ഇന്ത്യയിൽ ഈ ഗവേണൻസിന് വേണ്ടിയിട്ടുള്ള ആപ്പുകൾ, ഈ ഗവേണൻസ് ആപ്പുകളുടെ പ്രൈമറി ഡെവലപ്പറാണ് നിക്ക് എന്ന് പറയുന്നത്. ശരിക്ക് ഇന്ത്യയിൽ ഈ ഗവേണൻസ് ആപ്ലിക്കേഷൻ ഗവൺമെൻറ് സെക്ടറിൽ ആരംഭിക്കാൻ കാരണമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ, നിക്ക്, നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ. ഇറ്റ് ഈസ് ദി പ്രൈമറി ഡെവലപ്പർ ഓഫ് ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ ഇൻ ഗവൺമെൻറ് സെക്ടർ. ഗവൺമെൻറ് സെക്ടറിൽ, സർക്കാർ മേഖലയിൽ ഈ ഗവേണൻസ് ആപ്ലിക്കേഷൻസിന് തുടക്കം കുറിച്ച പ്രസ്ഥാനമേത്? പരീക്ഷയ്ക്ക് ചോദിക്കും. ശരിക്ക് ദേശീയ തലത്തിൽ ഈ ഗവേണൻസിന് തുടക്കം കുറിച്ച് അതിൻ്റെ പ്രൈമറി ഡെവലപ്പർ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ എന്ന് നിലവിൽ വന്നു 1976. ആരായിരുന്നു അതിൻ്റെ ലീഡർ? N. ശേഷഗിരി. മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ശ്രദ്ധിക്കണം. അടുത്തത് നമുക്ക് നോക്കാം. ഇറ്റ് ഓപ്പറേറ്റ്സ് അണ്ടർ മിനിസ്റ്ററി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ ഓപ്പറേറ്റ്സ് അണ്ടർ വിച്ച് മിനിസ്റ്ററി എന്ന് ചോദിച്ചാൽ നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? മിനിസ്റ്ററി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. മിനിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ, മിനിസ്റ്ററി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന മന്ത്രാലയത്തിന് കീഴിലാണ് നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ ശരിക്ക് പ്രവർത്തിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്ററിൻ്റെ നിക്കിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം,
ആദ്യം പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നാഷണൽ ഇൻഫർമേറ്റിക് സെൻറ്റർ നിലവിൽ വന്നത് 1976. അതിൻ്റെ സ്ഥാപക നേതാവ് എൻ ശേഷഗിരി. ഇതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആ സർക്കാർ മേഖലയിലുള്ള ഈ ഗവേണൻസിൻ്റെ പ്രൈമറി ഡെവലപ്പർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? മിനിസ്റ്ററി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന മന്ത്രാലയത്തിന് കീഴിലാണ്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശ്രദ്ധിക്കണം. provides network infrastructure and e-governance support to central and state government ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. കേന്ദ്ര ഗവൺമെൻറ്റിന്, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക്, യൂണിയൻ ടെറിട്ടറീസിനൊക്കെ ഈ ഗവേണൻസിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്ററിൻ്റെ പ്രാഥമികമായ ചുമതല. അപ്പം നാഷണൽ ഇൻഫർമേറ്റിക് സെൻറ്റർ ശരിക്ക് നമ്മുടെ രാജ്യത്ത് ഒരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും യൂണിയൻ ടെറിട്ടറീസിനും എല്ലാം ഈ ഗവേണൻസ് പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നതാണ് നാഷണൽ ഇൻഫർമേറ്റിക് സെൻറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. നോക്കൂ, നാഷണൽ ഇൻഫർമേറ്റിക് സെൻറ്ററുമായി ബന്ധപ്പെട്ട് എത്ര ചോദ്യങ്ങളായി. നാഷണൽ ഇൻഫർമേറ്റിക് സെൻറ്റർ എന്ന് നിലവിൽ വന്നു? 1976. ആരായിരുന്നു അതിൻ്റെ സ്ഥാപക നേതാവ്? ശേഷഗിരി, എൻ ശേഷഗിരി. ഇത് എവിടെയാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? ന്യൂഡൽഹി. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്? മിനിസ്റ്ററി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് ഇന്ത്യയിലെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻസിൻ്റെ ഒരു പ്രൈമറി ഡെവലപ്പറാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിനും ഒക്കെ ഈ ഗവേണൻസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കണം. നാഷണൽ ഇൻഫർമേറ്റിക് സെൻറ്ററിനെ കുറിച്ചാണ്. ഇനി നോക്കൂ, നിക്നെറ്റ്, നാഷണൽ ഇൻഫർമേറ്റിക് സെൻറ്റർ നെറ്റ്വർക്ക് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. നാഷണൽ ഇൻഫർമേറ്റിക് സെൻറ്റർ നെറ്റ്വർക്ക്. അതായത് ഈ നാഷണൽ ഇൻഫർമേറ്റിക് സെൻറ്റർ സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നാഷൻ വൈഡ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഫോം ചെയ്തു. അതിൻ്റെ പേരാണ് നിക്നെറ്റ്. അതായത് സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സിസ്റ്റം ഫോം ചെയ്തതിൻ്റെ പേരാണ് നിക്നെറ്റ്. അപ്പോൾ നിക്നെറ്റ് എന്ന് പറഞ്ഞാൽ എ സാറ്റലൈറ്റ് ബേസ്ഡ് ഓഫ് നാഷൻ വൈഡ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഫോംഡ് ഇൻ 1986. 1970 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് വന്നു എന്ന് പറഞ്ഞു. 1976 നാഷണൽ ഇൻഫർമേറ്റിക് സെൻറ്റർ വന്നു എന്ന് പറഞ്ഞു. ഇനി നിക്നെറ്റ്, നാഷണൽ ഇൻഫർമേറ്റിക് സെൻറ്റർ നെറ്റ്വർക്ക് സംവിധാനം, ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നാഷൻ വൈഡ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് നിലവിൽ വന്നത് 1987 പറഞ്ഞു. വർഷങ്ങൾ മറക്കാതിരിക്കുക. നോക്കൂ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? എ സാറ്റലൈറ്റ് ബേസ്ഡ് നാഷൻ വൈഡ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഫോംഡ് ഇൻ 1987. അതാണ് നിക്നെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കണക്ട്സ് ഓൾ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെയും കണക്റ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് സിസ്റ്റം, ശരിക്ക് സാറ്റലൈറ്റ് വഴി ഒരു നെറ്റ്വർക്ക് രൂപീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. അപ്പോൾ നിക്നെറ്റ് കണക്ട്സ് ഓൾ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻ ഇന്ത്യ ത്രൂ എ സാറ്റലൈറ്റ് ബേസ്ഡ് നെറ്റ്വർക്ക് സിസ്റ്റം. സാറ്റലൈറ്റ് ബേസ്ഡ് നെറ്റ്വർക്ക് സിസ്റ്റത്തിലൂടെ ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെയും കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിക്നെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സാറ്റലൈറ്റ് ബേസ്ഡാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? അതും ഡൽഹിയിൽ തന്നെയാണ്, ന്യൂഡൽഹിയിൽ തന്നെയാണ് നിക്നെറ്റിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് നോക്കാം. കീ മൈൽ സ്റ്റോൺ 1989 to 2060. 1998 മുതൽ 2016 വരെ നമ്മുടെ
ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് നാഴികക്കല്ലുകളായി മാറിയ ചില സംഭവങ്ങളുണ്ട്, ചില പ്രസ്ഥാനങ്ങളുണ്ട്, ചില ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, 1998 എ നാഷണൽ ടാസ്ക് ഫോഴ്സ് ഓൺ IT ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വാസ് സെറ്റപ്പ്. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, എ നാഷണൽ ടാസ്ക് ഫോഴ്സ് ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വാസ് സെറ്റപ്പ് ഇൻ വിച്ച് ഇയർ? 1998. 1998 എ നാഷണൽ ടാസ്ക് ഫോഴ്സ് ഓൺ IT ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വാസ് സെറ്റപ്പ്. മറക്കരുത്, എ നാഷണൽ ടാസ്ക് ഫോഴ്സ് ഓൺ IT ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വാസ് സെറ്റപ്പ് ഇൻ വിച്ച് ഇയർ എന്ന് ചോദിച്ചാൽ 1998 ആണ്. 1999 എന്താണെന്ന് നോക്കുക, ക്രിയേഷൻ ഓഫ് മിനിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകരുത്. മിനിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു മന്ത്രാലയത്തിന് തുടക്കം കുറിച്ചത് 1999 വിവര സാങ്കേതിക മന്ത്രാലയം. പക്ഷേ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും, ശരിക്ക് മിനിസ്റ്ററി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അത് 2016 2016 മിനിസ്റ്ററി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നത്. ഇവിടെ നോക്കൂ, മിനിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് മാത്രമേ പറയുന്നത്. മിനിസ്റ്ററി ഓഫ് ഇൻഫർമേഷനൊക്കെ, മറ്റത് മിനിസ്റ്ററി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അത് 2016 അതിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പോൾ 1999 മിനിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക മന്ത്രാലയം എന്ന് പറയുന്നൊരു മന്ത്രാലയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മാറിയത് 1999 മറക്കരുത്. 1998 എന്താണ്? എ നാഷണൽ ടാസ്ക് ഫോഴ്സ് ഓൺ IT ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വാസ് സെറ്റപ്പ്. അവിടെ നോക്കൂ, അടുത്ത 1999 ക്രിയേഷൻ ഓഫ് മിനിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി മാറിയ ഒരു സംഭവമാണ് 2000 IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വാസ് പാസ്ഡ് ഇൻ ഇന്ത്യ ഇൻ വിച്ച് ഇയർ? 2000. 2000 വിവര സാങ്കേതിക നിയമം. ഇതൊരു സുപ്രധാന നിയമമായി മാറി. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ CPOയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ SI സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്കൊക്കെ ഉള്ള പരീക്ഷ എഴുതുന്നവർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ തീർച്ചയായിട്ടും IT ആക്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുള്ളവർക്കറിയാം, IT ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിവര സാങ്കേതിക മേഖലയെ നിയന്ത്രിക്കുന്ന ഒരു നിയമമാണ്. അതായത് ഇന്ത്യയിലെ എല്ലാ ഡിജിറ്റൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, വിവര സാങ്കേതികവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും അവയുടെ വിനിമയത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ 2000 പാസ്സാക്കപ്പെട്ട സുപ്രധാന നിയമമാണ് വിവര സാങ്കേതിക നിയമം അഥവാ IT ആക്ട്. IT ആക്ടിലൂടെ വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്ത് വിവര സാങ്കേതിക മാർഗത്തിലൂടെ ചെയ്ത എല്ലാ പ്രവർത്തനം, ഡിജിറ്റലായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും അവയുടെ വിനിമയത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയമമാണ്. ഇതിലൂടെയാണ് നമ്മൾ സൈബർ കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കുന്നത്, സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നത്, അതിന് ശക്തമായ ശിക്ഷാ രീതികൾ, പണിഷ്മെൻറ്റുകൾ നമ്മൾ കൊടുക്കുന്നത്. ജയിൽ ശിക്ഷ ഉൾപ്പെടെ വലിയ ഫൈൻ ഉൾപ്പെടെ ഈടാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പണിഷ്മെൻറ്റുകൾ എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ നിർണായകമായ ഒരു സംഭവമായിരുന്നു ഇന്ത്യയിൽ 2000 IT ആക്ട് വന്നതോടുകൂടി. അപ്പോൾ IT ആക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. IT ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ വിച്ച് ഇയർ? ഇൻ ഇന്ത്യ 2000 IT ആക്ട് വാസ് എനാക്റ്റഡ്. പിന്നെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 12 പോയിൻ്റ് മിനിമം അജണ്ട ഫോർ ഗവേണൻസ് വാസ് ഐഡൻറ്റിഫൈഡ് ഫോർ സെൻട്രൽ മിനിസ്റ്ററി. അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഗവേണൻസിന് വേണ്ടി ഒരു 12 മിനിമം പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ 2000 ആക്ടിലാണ് IT ആക്ട് പാസ്സാക്കിയത്. അപ്പം വിവര സാങ്കേതിക നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയ വർഷം 2000 ഈ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലുള്ള എല്ലാ ഡിജിറ്റൽ പ്രവർത്തനങ്ങളുടെ വിനിമയവുമായി ബന്ധപ്പെട്ട്
എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന, ഇന്ത്യയിലെ ഡിജിറ്റൽ മേഖലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ വിനിമയങ്ങളുടെയും നിയന്ത്രണം ഉറപ്പാക്കുന്ന ഒരു നിയമമാണ് IT ആക്ട്. ഈ IT ആക്ടിലൂടെയാണ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്താണെന്നും ആ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ഓരോ കുറ്റകൃത്യത്തിന് എന്ത് ശിക്ഷയാണെന്നും ഒക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു നിയമമാണ് IT ആക്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ പാസ്സാക്കിയതിന് ശേഷം ഇന്ത്യയിലെ ഗവേണൻസുമായി ബന്ധപ്പെട്ട് ഒരു 12 പരിപാടികൾ ഗവൺമെൻറ് ആസൂത്രണം ചെയ്തു. അതുകൂടി ഒന്ന് ഓർമ്മിച്ചുകൊള്ളുക. ഇനി 2002 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്മാർട്ട് ഗവൺമെൻറ് നമ്മൾ പഠിച്ചതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്മാർട്ട് ഗവൺമെൻറ് NISG വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഹൈദരാബാദ്. അപ്പോൾ ഈ വർഷവും പഠിക്കണം, ഏത് സ്ഥലത്താണെന്നും പഠിക്കണം. അപ്പം ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്മാർട്ട് ഗവൺമെൻറ് എന്ന് നമുക്ക് ഈ സ്മാർട്ട് ഗവേണൻസിലൂടെ സ്മാർട്ട് ഗവൺമെൻറ് എന്ന യാഥാർത്ഥ്യം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്മാർട്ട് നിങ്ങൾക്കറിയാം എന്താണ്? സിമ്പിള്, M എന്താണ്? മോറല്, ദെൻ അക്കൗണ്ടബിള്, R റെസ്പോൺസീവ്, T ട്രാൻസ്പെറൻറ്റ്. ഇതെല്ലാം കൂടി വരുമ്പോൾ സ്മാർട്ട് ഗവൺമെൻറ് നമുക്കറിയാം. അങ്ങനെ ഒരു സ്മാർട്ട് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്മാർട്ട് ഗവൺമെൻറ് NISG വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2002 അറ്റ് ഹൈദരാബാദിലാണ് 2002 ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്മാർട്ട് ഗവൺമെൻറ് പഠിക്കണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്മാർട്ട് ഗവൺമെൻറ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? 2002. ഏത് സ്ഥലത്താണ്? ഹൈദരാബാദിലാണ്, മറക്കാതിരിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ദാ വരുന്നു. ഇൻ ദി ഇയർ 2006 മെയ് 18 മറക്കരുത്. 2006 മെയ് 18 ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതുന്ന അത്ര പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. ലോഞ്ച് ഓഫ് നാഷണൽ ഗവേണൻസ് പ്ലാൻ NEGP. ഇതാണ് നമ്മുടെ ഈ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം പറഞ്ഞത്, NEGPയെ കുറിച്ച് പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഉത്തരം ഇപ്പം നിങ്ങൾക്ക് കിട്ടും ഇവിടെ തന്നെ. നോക്കൂ എന്താ പറഞ്ഞത്? ലോഞ്ച് ഓഫ് നാഷണൽ ഗവേണൻസ് പ്ലാൻ 2006 മെയ് 18 ഇന്ത്യയിൽ നാഷണൽ ഗവേണൻസ് പ്ലാൻ കൊണ്ടുവരുന്നത്. ഇതാണ് ഇന്ത്യയിലെ ഗവേണൻസിനെ വലിയ ശക്തി ഉള്ള ഒരു പ്രവർത്തനമാക്കി മാറ്റിയത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ആദ്യ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്, 2006 ഗവേണൻസ് നാഷണൽ ഗവേണൻസ് പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഗവേണൻസിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഓരോ സംസ്ഥാനത്തിൽ ഗവേണൻസിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്ന 3 ഘടകങ്ങൾ എന്താണ്? സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ, സ്റ്റേറ്റ് വൈഡ് നെറ്റ്വർക്ക്, അതുപോലെ തന്നെ എന്താണ് കോമൺ സർവീസ് സെൻറ്ററുകൾ. ഇതൊക്കെ സംസ്ഥാന തലത്തിൽ രൂപീകരിക്കാൻ കാരണം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ 2006 മെയ് 18 ഇന്ത്യയിൽ നിലവിൽ വന്ന നാഷണൽ ഗവേണൻസ് പ്ലാനാണ്. നാഷണൽ ഇത് ഈ ഇയർ മന്ത് ഡേറ്റും ഒരിക്കലും മറക്കരുത്. നാഷണൽ ഗവേണൻസ് പ്ലാൻ ഇൻ വിച്ച് ഇയർ നാഷണൽ ഗവേണൻസ് പ്ലാൻ കെയിം ഇൻ ടു ഫോഴ്സ്. എന്നാണ് നാഷണൽ ഗവേണൻസ് പ്ലാൻ ഇന്ത്യയിൽ നിലവിൽ വന്നത്? 2006 മെയ് 18. ഇപ്പം തന്നെ പഠിക്കുക. 2006 മെയ് 18. 2006 മെയ് 18 നാഷണൽ ഗവേണൻസ് പ്ലാൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്, ഇന്ത്യയിൽ ആരംഭിച്ചത്. എന്നാണ് നാഷണൽ ഗവേണൻസ് പ്ലാൻ വന്നത്? NEGP. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ മാത്രമേ ഷോർട്ടാറ്റൊക്കെ ചോദിക്കുകയുള്ളൂ. നാഷണൽ ഗവേണൻസ് പ്ലാൻ അതാണ്. 2006 മെയ് 18 ഇന്ത്യ ലോഞ്ച് ചെയ്തത്. ആ ലോഞ്ചിങ്ങിന് ശേഷമാണ് ഇന്ത്യ വ്യാപകമായിട്ട് ഗവേണൻസ് വളരെയധികം ശക്തി പ്രാപിച്ചത്. ഇനി നോക്കാം. നോക്കൂ, നാഷണൽ ഗവേണൻസ് പ്ലാൻ വാസ് ഇനാഗുറേറ്റഡ് ബൈ 2006 2006 പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? മൻമോഹൻ സിംഗ്. നാഷണൽ ഗവേണൻസ് പ്ലാൻ ഇന്ത്യ വാസ് ഇനാഗുറേറ്റഡ് ബൈ
പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്. 2006 പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയിൽ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ അവതരിപ്പിച്ചത്, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ഇനാഗുറേറ്റ് ചെയ്തത്. എന്താണ് ഈ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ? ഇറ്റ് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു മേക്ക് ഓൾ ഗവൺമെൻറ് സർവീസസ് അവൈലബിൾ ടു ദി സിറ്റിസൺ ഓഫ് ഇന്ത്യ വയ ഇലക്ട്രോണിക് മീഡിയ. ശരിക്ക് ഇതാണ് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അന്തസത്തത ഇവിടെ കിടപ്പുണ്ട്. ഇത്രയും നിങ്ങൾ നോക്കൂ. അത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ഈസ് ആൻ ഇനിഷ്യേറ്റീവ്. ഇതൊരു പ്രധാന സംരംഭമാണ്. ഇറ്റ് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു മേക്ക് ഓൾ ഗവൺമെൻറ് സർവീസസ് അവൈലബിൾ ടു സിറ്റിസൺ ഓഫ് ഇന്ത്യ വയ ഇലക്ട്രോണിക് മീഡിയ. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിൻ്റെ ഉദ്ദേശ്യം. ഇത് മറക്കാതിരിക്കണം. ഇത് മുതൽ ഇതുവരെ ഒരു പോയിന്റും നിങ്ങൾ ഒഴിവാക്കരുത്. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ was launched in India in the year 2006, May 18th. This plan was inaugurated by Manmohan Singh. What is the object of this plan? It is an initiative of Government of India to make all government services available to citizens of India via electronic media. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ സർവീസുകളും സേവനങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണല്ലോ ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഇ ഗവേണൻസ് ഇന്ത്യയിൽ യാഥാർത്ഥ്യമായത് ശരിക്കു പറഞ്ഞാൽ ഈ ഗവേണൻസ്, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നടപ്പാക്കിയതിന് ശേഷമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനങ്ങളും ഇ ഗവേണൻസ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തതും ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതും. അപ്പോൾ ശരിക്ക് രാജ്യത്തെ ഇ ഗവേണൻസ് രംഗത്തൊരു നാഴികക്കല്ലായി മാറിയത് ഈ ലോഞ്ച് ഓഫ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ആണ്. It is an initiative of Government of India to make all government services available to citizens of India via electronic media. മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കാം. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ വാസ് ഫോർമുലേറ്റഡ് ബൈ. ഇതായിരുന്നു നമ്മുടെ ഈ ടോപ്പിക്കിൻ്റെ തുടക്കത്തിലെ ഒരു പ്രീവിയസ് ചോദ്യമായിട്ട് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നാഷണൽ ഇ ഗവേണൻസ് പ്രോഗ്രാം ഫോർമുലേറ്റ് ചെയ്തത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണോ അതോ ഒന്നിലധികം ഡിപ്പാർട്ട്മെൻ്റ് ആണോ എന്ന് ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആകാം, ചിലപ്പോൾ ഒന്നിലധികം ഡിപ്പാർട്ട്മെൻ്റ് ആകാം. പക്ഷേ ഇവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. ഏതൊക്കെയാണ്? ഇറ്റ് വാസ് ഫോർമുലേറ്റഡ് ബൈ ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഒന്നാമത്തത്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ്. 2 ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഓപ്ഷനിൽ 2 പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നാണ് കിടക്കുന്നതെങ്കിൽ അത് രണ്ടാമത്തെ പോയിൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് നടക്കണമെങ്കിൽ 1ഉം 2ഉമാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ശ്രദ്ധിക്കണേ. അപ്പോൾ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ഇന്ത്യയിൽ ഫോർമുലേറ്റ് ചെയ്തത് 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നാണ്. ഒന്ന് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റൊന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ്. ഇങ്ങനെ 2 മന്ത്രാലയങ്ങൾ ചേർന്നാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ഫോർമുലേറ്റ് ചെയ്ത് തയ്യാറാക്കിയത്. മറക്കരുത്, ഇത് പ്രീവിയസ് ചോദ്യമായിരുന്നു. അതിന് മുമ്പും ചോദിച്ചിട്ടുണ്ട്, പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ വാസ് ഫോർമുലേറ്റഡ് ബൈ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ. അതൊക്കെയാണ് 2 ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണപരിഷ്കരണത്തിനായിട്ട്. അതുപോലെ തന്നെ പബ്ലിക് ഗ്രീവൻസസ്, ഭരണപരിഷ്കരണ പൊതുജന സങ്കടങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റും ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നാണ് ഈ രാജ്യത്ത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ഫോർമുലേറ്റ് ചെയ്ത്. മറക്കരുത്. അപ്പോൾ നാഷണൽ ഇ ഗവേണൻസ് പ്ലാനുമായി ബന്ധപ്പെട്ട് 2-3-4 ചോദ്യങ്ങൾ മറക്കാതെ ഓർക്കുക. 2006 മെയ് 18, മറക്കരുത്. മൻമോഹൻ സിംഗ്
ഉദ്ഘാടനം ചെയ്ത കാര്യം മറക്കരുത്. 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇത് ഫോമുലേറ്റ് ചെയ്തത്, അതും മറക്കരുത്. ക്ലിയർ അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സർവീസുകളും സേവനങ്ങളും ജനങ്ങളിലേക്ക് ഇലക്ട്രോണിക് മാർഗം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പ്രോജക്റ്റാണ് എന്ന് മനസ്സിലാക്കുക. ഇനി 2012 വരാം. 2012 അപ്രൂവൽ ഓഫ് നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക നയം ഇന്ത്യ അംഗീകരിച്ചത്. ഇന്ത്യയിലൊരു വിവര സാങ്കേതിക നയത്തിന്, ദേശീയ നയം, വിവര സാങ്കേതിക രംഗത്ത് ഒരു ദേശീയ നയം രൂപപ്പെടുത്തിയത് 2012 2012 അപ്രൂവൽ ഓഫ് നാഷണൽ പോളിസി, ദേശീയ നയം ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക രംഗത്ത് ഒരു ദേശീയ നയം അംഗീകരിച്ചത് 2012 മറക്കാതിരിക്കുക. 2012 അപ്രൂവൽ ഓഫ് നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻ വിച്ച് ഇയർ നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി വാസ് അപ്രൂവ്ഡ് എന്ന് ചോദിച്ചാൽ 2012 മറക്കരുത്. നമ്മൾ എല്ലാം ഓർഡറായിട്ട് പറഞ്ഞു വരികയാണ്. ഇത് കഥ പോലെ നമുക്ക് പറയാൻ പറ്റില്ല, അത്ര രസകരമല്ല. ഇത് ശരിക്ക് ഇയറും ആ ഇനിഷ്യേറ്റീവ്സൊക്കെ ഒന്ന് ബൈഹാർട്ടാക്കി വച്ചാലേ മതിയാവുള്ളൂ കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചോളൂ. 2-3 തവണ വായിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ പറഞ്ഞതിൽ നാഷണൽ ഗവേണൻസ് പ്ലാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒരു പോയിന്റ് പോലും ഒഴിവാക്കാതിരിക്കുക. അതുപോലെ ഇനി പ്രധാനപ്പെട്ടൊരു സംഭവത്തിലേക്ക് വരികയാണ് നമ്മൾ. ഏതാണ്? ഡിജിറ്റൽ ഇന്ത്യ. അതിലേക്ക് വരികയാണ് കേട്ടോ. അതൊക്കെ എത്തുമ്പോൾ കുറച്ചുകൂടി പ്രാധാന്യത്തോടെ പഠിക്കണം. നോക്കൂ, 2012 അപ്രൂവൽ ഓഫ് നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക രംഗത്ത് ഒരു ദേശീയ നയം ഇന്ത്യ അംഗീകരിച്ചത് 2012 ഒരു പോളിസി ഉണ്ടായത്. അതുപോലെ തന്നെ അഡോപ്ഷൻ ഓഫ് നാഷണൽ സൈബർ സെക്യൂരിറ്റി പോളിസി, അത് 2013 അതായത് സൈബർ സെക്യൂരിറ്റി നയം ഇന്ത്യ അംഗീകരിച്ചത്, ദേശീയ സൈബർ സെക്യൂരിറ്റി നയം ഇന്ത്യ അംഗീകരിച്ചത്, അത് അല്ലെങ്കിൽ ഇന്ത്യ കൊണ്ടുവന്നത് ഏത് വർഷം? 2013. 2012 അപ്രൂവൽ ഓഫ് നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി. ഓർക്കുക, നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി 2012. ദെൻ നാഷണൽ സൈബർ സെക്യൂരിറ്റി പോളിസി 2013. 2012 വിവരസാങ്കേതികമായി ബന്ധപ്പെട്ട ദേശീയ നയം, സൈബർ സെക്യൂരിറ്റിയുമായൊരു ദേശീയ നയം കൊണ്ടുവന്നത് 2013. ക്ലിയർ അല്ലേ? ഇനി നോക്കുക, ഇതാ വരുന്നു ഞാൻ പറഞ്ഞ കാര്യം. 2015 ജൂലൈ 1 ഈ ഡേറ്റ് ഒരു കാരണവശാലും മറക്കരുത്. ഡിജിറ്റൽ ഇന്ത്യ ലോഞ്ച്. വിശദമായി നമുക്ക് പഠിക്കാം. ഡിജിറ്റൽ ഇന്ത്യ, ഇന്ത്യയിൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് 2015 ജൂലൈ 1. നാഷണൽ ഗവേണൻസ് പ്ലാൻ 2006 മെയ് 18. ഡിജിറ്റൽ ഇന്ത്യ 2015 ജൂലൈ 1 ഈ 2 ഡേറ്റുകളും മറക്കരുത്. ഇപ്പോൾ 2015 ജൂലൈ 1 ഡിജിറ്റൽ ഇന്ത്യ ലോഞ്ച് ചെയ്തത്. ആ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കാൻ പോവുകയാണ്. ഇതുകൂടെ പറഞ്ഞിട്ട് അതിലേക്ക് പോകാം. ഡിജിറ്റൽ ഇന്ത്യ നമുക്കൊന്ന് വ്യക്തമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം തൽക്കാലം ഈ ഒരു ഇയർ മാത്രം പഠിച്ചു വയ്ക്കുക, ഒരിക്കലും മറക്കുക. 2015 ജൂലൈ 1 2015 ജൂലൈ 1 ഇന്ത്യയിൽ ഡിജിറ്റൽ ഇന്ത്യ നടപ്പിലാക്കിയത്. പിറ്റേ വർഷം 2016 ക്രിയേഷൻ ഓഫ് മിനിസ്റ്ററി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്, മിനിസ്റ്ററി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഈ വാക്കില്ലായിരുന്നെങ്കിലോ, മിനിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അത് 1999 നമ്മൾ പഠിച്ചതാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, മിനിസ്റ്ററി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അത് ഈ നോക്കൂ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊരു മന്ത്രാലയം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2016 എന്നാൽ മിനിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് മാത്രം ചോദിച്ചാൽ 1999 നമ്മൾ പഠിച്ചതാണ്, മറന്നു പോകരുത്. അപ്പം മിനിസ്റ്ററി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വാസ് ക്രിയേറ്റഡ് ഇൻ 2016. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ആ ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് ഒന്ന് പോകണം. നമുക്ക് 2016 വരെയുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നാഷണൽ ഇൻഫർമാറ്റിക്
സെൻറ്ററിൻ്റെ കാര്യം, അതുപോലെ തന്നെ നാഷണൽ പോളിസി, നാഷണൽ ഇ ഗവേണൻസ് പ്ലാന്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഡിജിറ്റൽ ഇന്ത്യ, ഇതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഡിജിറ്റൽ ഇന്ത്യ കുറച്ചുകൂടി വിശദമായി നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യ എന്നാണ് ലോഞ്ച് ചെയ്തതെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. 2015 ജൂലൈ 1. 2015 ജൂലൈ 1 ഇന്ത്യയിൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ആരാണ് ഇത് ലോഞ്ച് ചെയ്തതെന്ന് നോക്കാം. 2015 ആകുമ്പോൾ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് അല്ല, നിങ്ങൾക്കറിയാം, നരേന്ദ്രമോദിയാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ദിസ് പ്രോജക്റ്റ് എയിംസ് ഫോർ ഡിജിറ്റൽ എംപവർമെൻറ്റ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയസ് ഡിജിറ്റൽ സെക്ടേഴ്സ്. രാജ്യത്തുള്ള പൗരന്മാരെ ഡിജിറ്റൽ എംപവേർഡാക്കി മാറ്റുക, അതായത് ശരിക്ക് ഈ സാക്ഷരരാക്കി മാറ്റുക എന്നർത്ഥം. ഡിജിറ്റലി അവരെ ശാക്തീകരിക്കുക. നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ഡിജിറ്റലായിട്ട് ശാക്തീകരിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, വിവിധ സെക്ടറുകളുടെ ഒരു ഏകോപനവും ഡിജിറ്റലായിട്ടുള്ള ഏകോപനവും ലക്ഷ്യമിട്ടുകൊണ്ട് 2015 ജൂലൈ 1 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവുടെ പേരാണ് ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യ വാസ് ലോഞ്ച്ഡ് ഇൻ ദി 2015 ജൂലൈ 1. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. വാട്ട് വാസ് ഇറ്റ്സ് എയിം? ഇതിൻ്റെ എയിം എന്താണ്? അതായത് ഡിജിറ്റൽ എംപവർമെൻറ്റ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യൻ പൗരന്മാരെ ഡിജിറ്റലായിട്ട് എംപവേർഡാക്കി മാറ്റുക. ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗ്രാമീണരായ മനുഷ്യരെ പോലും അവർക്ക് ഡിജിറ്റലായിട്ടുള്ള ബോധമുണ്ടാക്കി കൊടുത്ത് അവരെ ഡിജിറ്റലി എംപവേർഡാക്കി മാറ്റുക. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പലതരത്തിലുള്ള ഡിജിറ്റൽ സെക്ടേഴ്സിനെ ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. അതായത് രാജ്യത്തെ ഡിജിറ്റലായിട്ട് ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. രാജ്യത്തെ ജനങ്ങളെല്ലാം ഡിജിറ്റലായിട്ട് എംപവേർഡാക്കുക, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ ഡിജിറ്റൽ സെക്ടറിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യയിൽ നടപ്പിലാക്കിയ 2015 നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. നോക്കൂ, ഇറ്റ് ഈസ് എ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് വിച്ച് പ്രൈമർലി എയിംഡ് അറ്റ് പ്രൊമോട്ടിംഗ് ദി യൂസ് ഓഫ് ICT. ഇത് അറിഞ്ഞുകൂടാന്ന് ഇനി ഒരു ഇന്ത്യൻ പൗരനും പറയരുത് എന്നാണ് ഈ പദ്ധതിയിലൂടെ ഗവൺമെൻറ് പറയുന്നത്. ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, വിവരവിനിമയ സാങ്കേതിക വിദ്യ, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് വെച്ചാൽ വിവരവിനിമയ സാങ്കേതിക വിദ്യയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രത്യേക സംരംഭമാണ് ഡിജിറ്റൽ ഇന്ത്യ. കറക്റ്റ്, അങ്ങനെ ഒരു ഡെഫിനേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇന്ത്യയിൽ വിവരവിനിമയ സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശ്യത്തോടു കൂടി കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു സംരംഭമാണ് ഡിജിറ്റൽ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യത്താകമാനമുള്ള പൗരന്മാരെയും ഡിജിറ്റലായിട്ട് ശാക്തീകരിക്കുക, ഇന്ത്യയിലെ എല്ലാ ഡിജിറ്റൽ സെക്ടേഴ്സിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വിവരങ്ങൾ അറിയുവാനും സേവനങ്ങൾ ലഭ്യമാകാനുള്ളൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രാഥമികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞത് നമുക്ക് ഒരിക്കലും നമ്മളിപ്പം പറയുന്ന ഒരു ടോപ്പിക്കിൽ ഈ ഒരു ടേം ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ICT ഇല്ലെങ്കിൽ ഈ പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, വിവരവിനിമയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ ഉപയോഗം പ്രൊമോട്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ ഇന്ത്യയിലൂടെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നോക്കൂ, നമ്മളിപ്പോൾ ഈ
ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായി. ഈ പദ്ധതി വന്നപ്പം പലരും പറഞ്ഞു, ഇതെങ്ങനെ ഈ നാട്ടിൻപുറത്തുള്ള ആൾക്കാരൊക്കെ ഇത്ര ഡിജിറ്റലായിട്ട് എംപവേർഡ് ആകുമോ, അവർക്കതിനൊരു ഈ ലിറ്ററേറ്റ് ആണോ അവർ, അപ്പോൾ ഇതെങ്ങനെ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലിലൂടെ നടത്താൻ പറ്റും. ഇപ്പോൾ നോക്കൂ, അന്ന് പ്രധാനമന്ത്രി പറഞ്ഞ പേയ്മെൻറ്റുകളൊന്നും ഇനി നമ്മൾ പേപ്പർ കറൻസിയുടെ ആവശ്യമില്ല, എല്ലാം ഡിജിറ്റലായിട്ട് തന്നെ നമുക്ക് നടത്താം. അപ്പോഴെല്ലാവരും പലരും ഒരുപാട് പേര് പരിഹസിച്ചു, അതെങ്ങനെ നടക്കും. ഇപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ഇരുന്ന് പച്ചക്കറി വിറ്റുകൊണ്ടിരിക്കുന്ന ഒരാൾ അവിടെ നമ്മൾ എന്നിട്ട് പൈസ കൊടുക്കാതെ എങ്ങനെ പണം കൈമാറും? തെരുവീതിയിൽ കപ്പലണ്ടി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളിന് നമ്മൾ കാശ് കൊടുക്കാതെ അയാളുടെ മുമ്പിൽ നിന്ന് എങ്ങനെ കപ്പലണ്ടി വാങ്ങിക്കും? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അന്ന് നമ്മൾ ചോദിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോഴാ ചോദ്യത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? തെരുവീതിയിലൂടെ ഉന്തുവണ്ടിയിൽ കപ്പലണ്ടി വിൽക്കുന്നവനും അവിടെ ഗൂഗിൾ പേയിലൂടെ അല്ലെങ്കിൽ ഫോൺ പേയിലൂടെ കാശ് വാങ്ങാനുള്ള സംവിധാനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഡിജിറ്റലായിട്ട് നമ്മൾ എത്രമാത്രം മാറിയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പൈസ ഒന്നും നമ്മൾ കയ്യിൽ കരുതണ്ട, എവിടെയും നമുക്ക് പോകാം. ബാങ്കിൽ പൈസ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അക്കൗണ്ടിൽ കാശുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോകാം. എവിടെ പോയാലും നമുക്ക് തീർച്ചയായിട്ടും അതിലൂടെ പണം കൈമാറാനും ഒക്കെ ഒരു രീതിയിൽ സുരക്ഷിതമായൊരു മാർഗവുമാണ്. എന്നാൽ നമുക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ്. ഡിജിറ്റൽ ഇന്ത്യ വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി എന്നുള്ള സത്യമാണ്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഇതിൻ്റെ യൂസ്, ICTയുടെ യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കണം. വിവരവിനിമയ സാങ്കേതിക ത്തെക്കുറിച്ചുള്ള ഒരറിവ്, അതിനാണ് നമ്മൾ ഡിജിറ്റൽ ലിറ്ററസി എന്നും ലിറ്ററസി എന്ന് പറയുന്നത്. വിവര സാങ്കേതിക മേഖലയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഏറെക്കുറെ അങ്ങനെ ആയി, നമ്മൾ മൊത്തത്തിൽ എല്ലാവരും അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് മാറി അല്ലേ. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഡിജിറ്റൽ ഇന്ത്യ എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത്, ഇറ്റ് ഈസ് ദി ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് വിച്ച് ഈസ് പ്രൈമർലി എയിംഡ് അറ്റ് പ്രൊമോട്ടിംഗ് ദി യൂസ് ഓഫ് ICTയുടെ യൂസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് സംരംഭമാണ് ഈ ഡിജിറ്റൽ ഇന്ത്യ. ഈ ഡിജിറ്റൽ ഇന്ത്യക്ക് ഒരു മോട്ടോയുണ്ട് കേട്ടോ, പവർ ടു എംപവർ. അത് തന്നെയാണ് ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ആപ്തവാക്യം, ഡിജിറ്റൽ ഇന്ത്യയുടെ ആപ്തവാക്യം എന്താണ്? പവർ ടു എംപവർ. ശാക്തീകരിക്കാൻ ശക്തി നേടുക, അത്രയേ ഉള്ളൂ. ശാക്തീകരിക്കാനുള്ള ശക്തി, സ്വയം ശാക്തീകരിക്കാൻ, മറ്റുള്ളവരെ ശാക്തീകരിക്കാൻ, ഇതിനൊക്കെയുള്ളൊരു പവർ, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പവർ ടു എംപവർ എന്നതാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ മോട്ടോ എന്ന് പറയുന്നത്. പവർ ടു എംപവർ, ശാക്തീകരിക്കാൻ ശക്തി നേടുക. ഇതാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മോട്ടോ എന്ന് പറയുന്നത്. നോക്കൂ, അടുത്ത നമ്മൾ പറയുന്നത് നോക്കൂ, ഇറ്റ്സ് മെയിൻ കോമ്പോണൻസ്. ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രധാന കോമ്പോണൻസ് എന്താണെന്ന് നോക്കാം. ഡെവലപ്പിംഗ് എ സെക്യൂർ ആൻഡ് സ്റ്റേബിൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഡെവലപ്പിംഗ് എ സെക്യൂർ ആൻഡ് സ്റ്റേബിൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. എന്തിനു വേണ്ടിയിട്ട് ഡിജിറ്റൽ ഇന്ത്യ കൊണ്ടുവന്നു പറഞ്ഞാൽ, ഡെവലപ്പിംഗ് എ സെക്യൂർ ആൻഡ് സ്റ്റേബിൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. സുരക്ഷിതമായും, സെക്യൂറായിട്ടുള്ള, സുരക്ഷിതമായും സ്റ്റേബിളായിട്ടുള്ള, അചഞ്ചലവുമായിട്ടുള്ള ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടല്ലോ? സുരക്ഷിതമായതും അചഞ്ചലമായതും സ്റ്റേബിളായിട്ടുള്ളതും, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നതല്ല, നിലനിൽക്കുന്നതും എന്നാൽ സുരക്ഷിതവുമായിട്ടുള്ള ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുക. ഒരു കോമ്പോണൻ്റ് അതാണ്. ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പിംഗ് സെക്യൂർ ആൻഡ് സ്റ്റേബിൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, സുരക്ഷിതവും അചഞ്ചലവുമായ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുക. അടുത്തത്, ഡെലിവറിങ് ഗവൺമെൻറ് സർവീസസ് ഡിജിറ്റലി. സർക്കാർ സേവനങ്ങളെല്ലാം ഡിജിറ്റലായിട്ട് തന്നെ ഡെലിവർ ചെയ്യുക. സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലായി നൽകുക. സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങി നടക്കേണ്ടതില്ല. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ടുള്ള ഉപയോഗം, നമ്മുടെ ICT ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ മാർഗത്തിലൂടെ നമ്മൾ സർവീസുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സേവനങ്ങൾ ഡിജിറ്റലായിട്ട് ലഭ്യമാകുമ്പോൾ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങി നടക്കേണ്ടതില്ല. നമുക്ക് വീട്ടിലിരുന്ന്
കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ പല സേവനങ്ങളും നമുക്ക് ലഭ്യമാകാം. അത് ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഡെലിവറിങ് ഗവൺമെൻറ് സർവീസസ് ഡിജിറ്റലി, സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലായി നൽകുക. അച്ചീവിങ് യൂണിവേഴ്സൽ ഡിജിറ്റൽ ലിറ്ററസി, സാർവത്രിക ഡിജിറ്റൽ സാക്ഷരത നേടിയെടുക്കുക. സാർവത്രികമായൊരു ഡിജിറ്റൽ സാക്ഷരത എന്ന് പറഞ്ഞാൽ, ഡിജിറ്റൽ സാക്ഷരത എന്ന് പറഞ്ഞാൽ, ഈ സാക്ഷരത എന്ന് പറഞ്ഞാൽ എന്താണ്? വിവര സാങ്കേതിക മേഖലയെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവ്. വിവര സാങ്കേതിക മേഖലയെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവിനെയാണ് നമ്മൾ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. അത് അച്ചീവ് ചെയ്യുക, എല്ലാവരും ഡിജിറ്റലി സാക്ഷരരായി മാറ്റുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോമ്പോണൻസ്. അതായത് നോക്കൂ, ശ്രദ്ധിക്കുക, മെയിൻ കോമ്പോണൻസ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ എന്താണ്? ഡെവലപ്പിംഗ് എ സെക്യൂർ ആൻഡ് സ്റ്റേബിൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഡെലിവറിംഗ് ഗവൺമെൻറ് സർവീസസ് ഡിജിറ്റലി, അച്ചീവിങ് യൂണിവേഴ്സൽ ഡിജിറ്റൽ ലിറ്ററസി. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മാർഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോണൻസ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നോക്കൂ, ദി 9 pillars ഓഫ് ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ടോപ്പിക്ക് പോലെ പഠിക്കേണ്ടത്, നന്നായി പഠിക്കണം. ഡിജിറ്റൽ ഇന്ത്യയുടെ 9 പില്ലേഴ്സ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നന്നായി മനസ്സിലാക്കി വയ്ക്കണം. 9 പില്ലേഴ്സ്, അതായത് ഡിജിറ്റൽ ഇന്ത്യ നിലനിൽക്കുന്നത് ഈ 9 തൂണുകളിലാണ്. 9 പില്ലേഴ്സ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ. നോക്കൂ, ഒന്നാമത്തത് ബ്രോഡ്ബാൻഡ് ഹൈവേയ്സ്. ബ്രോഡ്ബാൻഡ് ഹൈവേയ്സ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും അതിവേഗ കണക്റ്റിവിറ്റി കൊണ്ട് ബന്ധിപ്പിക്കുന്നു. അതിവേഗ കണക്റ്റിവിറ്റി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രോഡ്ബാൻഡ് ഹൈവേയ്സ്, ബ്രോഡ്ബാൻഡ് കണക്ഷനിലൂടെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പഞ്ചായത്തുകളെയും ബ്ലോക്കുകളെയും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഗ്രാമങ്ങളും നഗരങ്ങളിലും അതിവേഗ കണക്റ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്, അല്ലെങ്കിൽ കണക്റ്റിവിറ്റി ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പില്ലർ. അത് കണക്റ്റിവിറ്റി ഉണ്ടാകും. ഈ ഡിജിറ്റൽ ഇന്ത്യ പ്രാവർത്തികമാകുമ്പോൾ സംഭവിക്കുന്നതാണ് എന്താണ്? ബ്രോഡ്ബാൻഡ് ഹൈവേ. ബ്രോഡ്ബാൻഡ് ഹൈവേ എന്ന് പറഞ്ഞാൽ നോക്കൂ, കണക്റ്റിംഗ് 2,50,000 വില്ലേജ് പഞ്ചായത്ത് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് നെറ്റ്വർക്ക്. 2,50,000 വില്ലേജ് പഞ്ചായത്തുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു നെറ്റ്വർക്ക് എല്ലാ വില്ലേജുകളിലും. ശരിക്കും ഉദ്ദേശിക്കുന്ന വില്ലേജ് മാത്രമല്ല, ഇവിടെ നമ്മൾ പറയുന്നേ ഉള്ളൂ, എന്താണ് ഗ്രാമങ്ങളെയും നഗരങ്ങളിലേക്കും ഒക്കെയുള്ള ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കൂ, യൂണിവേഴ്സൽ ആക്സസ് ടു മൊബൈൽ കണക്ടിവിറ്റി. മൊബൈൽ കണക്ടിവിറ്റിയിലേക്കുള്ള ഒരു സാർവത്രികമായ പ്രവേശനം. നോക്കൂ, മൊബൈൽ കണക്ടിവിറ്റി, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടല്ലോ. മൊബൈൽ കണക്ടിവിറ്റിയിലൂടെ പിന്നെ നോക്കൂ, കവറിങ് 42,300 അൺകവേർഡ് വില്ലേജ്. അൺകവേർഡ് വില്ലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ അവികസിതമായി നിൽക്കുന്ന ചില ഗ്രാമങ്ങളിലേക്ക് ഈ മൊബൈൽ കണക്ടിവിറ്റിയിലൂടെ അവരെയും ബന്ധിപ്പിക്കുക. അവിടേക്ക് മൊബൈൽ യൂണിവേഴ്സൽ ആക്സസ്, സാർവത്രികമായ പ്രവേശനം, മൊബൈൽ കണക്ടിവിറ്റിയിലേക്കുള്ള സാർവത്രികമായ പ്രവേശനം. അൺകവേർഡ് വില്ലേജ് പോലും ശരിക്ക് പിന്നെ അരികുവൽക്കരിക്കപ്പെട്ടു പോയ, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ വില്ലേജുകളിലേക്ക് പോലും ഈ സാർവത്രികമായ ഒരു പ്രവേശനം, മൊബൈൽ കണക്ടിവിറ്റിയിലൂടെയുള്ള സാർവത്രികമായ ഒരു പ്രവേശനം മറ്റൊരു പില്ലറാണ്. അടുത്ത പില്ലർ നോക്കൂ, പബ്ലിക് ഇൻ്റർനെറ്റ് ആക്സസ് പ്രോഗ്രാംസ്. പബ്ലിക് ഇൻ്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം നമ്മളിത് പഠിച്ചല്ലോ. കോമൺ സർവീസ് സെൻറ്റേഴ്സ്, ജനസേവന കേന്ദ്രങ്ങൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട്, കോമൺ സർവീസ് സെൻറ്ററുകൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വലിയ ഒരു കടന്നുകയറ്റം, ഇൻ്റർനെറ്റിൻ്റെ ഒരു കടന്നുകയറ്റം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. നോക്കൂ, എക്സ്പാൻഡിങ് കോമൺ സർവീസ് സെൻറ്റർ. നമുക്കറിയാലോ, ഇപ്പോൾ മുക്കിന് ജനസേവന കേന്ദ്രങ്ങളുണ്ട്, അക്ഷയ കേന്ദ്രങ്ങളുണ്ട്,
അല്ലേ? നമ്മൾ അവിടെയൊക്കെ പോയി പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇപ്പം നമ്മുടെ വീട്ടിനടുത്തൊക്കെ വലിയ 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററൊക്കെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ജനസേവന കേന്ദ്രങ്ങളുണ്ട്, അക്ഷയ കേന്ദ്രങ്ങളുണ്ട്. അതിങ്ങനെ വികസിപ്പിച്ചുകൊണ്ട് ഇൻ്റർനെറ്റ് ആക്സസ് പബ്ലിക് വളരെ സാർവത്രികമായ രീതിയിൽ പബ്ലിക് ഇൻ്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം, ജനസേവന കേന്ദ്രങ്ങൾ. അപ്പോൾ ഇത് 3 ശ്രദ്ധിക്കുക. ഇവിടെ ഗ്രാമങ്ങളെപ്പോലും അതിവേഗ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയിലൂടെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഇവിടെ യൂണിവേഴ്സൽ ആക്സസ് മൊബൈൽ കണക്ടിവിറ്റിയിലേക്കുള്ള സാർവത്രികമായ പ്രവേശനം. ഇനി സേവന കേന്ദ്രങ്ങൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പൊതുജനങ്ങൾക്കൊക്കെ ഇതിൻ്റെ സേവനങ്ങൾ എത്തിക്കാൻ കൺവേർട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഇൻറ്റു മൾട്ടി സർവീസ് സെൻറ്റേഴ്സ്. പോസ്റ്റ് ഓഫീസിനെ പോലും മൾട്ടി സർവീസ് സെൻറ്ററുകൾ ആയി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ ഒരു സൗകര്യം എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ്. അടുത്ത നോക്കൂ, 4ാമത്തത് ഗവേണൻസ്, റിഫോമിംഗ് ഗവൺമെൻറ് ത്രൂ ടെക്നോളജി ആൻഡ് സിംപ്ലിഫയിങ് പ്രോസസ്സ്. ഗവേണൻസ് മറ്റൊരു ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ മറ്റൊരു പില്ലറാണ് ഗവേണൻസ്. സർക്കാർ സേവനങ്ങളെല്ലാം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക. പഴയ നേരിട്ട് സർക്കാർ ഓഫീസുകളിലേക്ക് എത്തി സേവനങ്ങൾ സ്വീകരിക്കുന്ന രീതിയൊക്കെ മാറിയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഒക്കെ സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഗവേണൻസിനെ പ്രോത്സാഹിപ്പിക്കുക. നോക്കൂ, അടുത്തത് ക്രാന്തി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ആൻഡ് ഡെലിവറി ഓഫ് സർവീസസ്, ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസസ് അക്രോസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചർ. ഈ 3 പ്രധാനപ്പെട്ട മേഖലകൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി. വിദ്യാഭ്യാസ, ആരോഗ്യ, കാർഷിക മേഖലയിലുള്ള സേവനങ്ങൾ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ലഭ്യമാക്കുന്നതാണ് ക്രാന്തി എന്ന് പറയുന്ന ഒരു പദ്ധതി. ഡിജിറ്റൽ ഇന്ത്യയുടെ മറ്റൊരു പില്ലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് മനുഷ്യൻ്റെ പൊതുജനങ്ങളുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ള 2-3 മേഖലകളല്ലേ ഇത്? വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ പൊതു ആരോഗ്യ മേഖല, കാർഷിക മേഖല. ഈ മേഖലകളുടെ വിവരങ്ങൾ, ഈ മേഖലകളുമായി ബന്ധപ്പെട്ട സർവീസുകളൊക്കെ ഡിജിറ്റലായി നൽകുന്ന ഒരു സംരംഭത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു രീതിയുടെ പേരാണ് ക്രാന്തി എന്ന് നമ്മൾ പറയുന്നത്. അതും ഇതിൻ്റെ മറ്റൊരു പില്ലറായിട്ട് നമുക്ക് എടുക്കാം. അടുത്തൊക്കെ ഇൻഫർമേഷൻ ഓഫ് ഓൾ, എല്ലാവർക്കും വിവരങ്ങൾ നൽകുക. ഓപ്പൺ ആക്സസ് ടു ഡേറ്റ ആൻഡ് സിറ്റിസൺ എൻഗേജ്മെൻറ്റ് വയ സോഷ്യൽ മീഡിയ. നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക. വിവരങ്ങളെന്ന് പറയുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട എന്തു വിവരങ്ങൾ, പുതിയ നിയമങ്ങളുണ്ടായാൽ ആ നിയമങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം, അത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുന്നു. എല്ലാ രാജ്യത്തോടൊപ്പം അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പം ഈ ആക്ട് പ്രകാരം കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ ജനങ്ങളിലേക്ക് എത്താൻ ഇത് കാരണമാകുന്നു. അപ്പോൾ ഇൻഫർമേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും വിവരം നൽകുക. നോക്കൂ, ഇയർലി ഹാർവസ്റ്റ് പ്രോഗ്രാം വളരെ വേഗത്തിൽ ലക്ഷ്യം നേടാനുള്ള ഒരു രീതിയാണ് ഡിജിറ്റൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ്? ഷോർട്ട് ടേം പ്രോജക്റ്റ് ലൈക്ക് മാസ് മെസ്സേജിങ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു 500 പേർക്ക് മെസ്സേജ് ചെയ്യണം. മുമ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? 500 പ്രാവശ്യം കുത്തി അവരുടെ പേരുകളൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ അടിച്ചടിച്ച് ഇരിക്കും, അല്ലേ? ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് എന്താണത്? ശരിക്കും മാസ് മെസ്സേജിങ്, ഒറ്റ ക്ലിക്ക് മതി. നമ്മൾ ആർക്കൊക്കെയാണോ മെസ്സേജ് എത്തിക്കേണ്ടത് അവരെല്ലാം എത്തിക്കഴിഞ്ഞു. അതുപോലെ ബയോമെട്രിക് അറ്റൻഡൻസസ്, നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ വിരലടയാളങ്ങളൊക്കെ പതിച്ചുകൊണ്ട് അറ്റൻഡൻസ്. ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെയാണ്. എംപ്ലോയീസ് വന്നിട്ട് ആ മെഷീനിൽ ഈ തമ്പ് അവിടെ ഒന്ന് അമർത്തുന്നു, അവരുടെ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യുന്നു, അവരുടെ ബയോമെട്രിക് അറ്റൻഡൻസ്. ഇതൊക്കെ എത്രമാത്രം നിമിഷ നേരം കൊണ്ട് നമുക്ക് ലക്ഷ്യം നേടാവുന്ന മാർഗ്ഗങ്ങൾ. അതാണ് ഇയർലി ഹാർവസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ബയോമെട്രിക് അറ്റൻഡൻസസ് ആൻഡ് വൈഫൈ ഇൻ യൂണിവേഴ്സാലിറ്റി, വൈഫ മാർഗത്തിലൂടെയുള്ള
ഒരുപാട് നേട്ടങ്ങൾ, ഇതൊക്കെ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. 8 9 നമ്മൾ പറഞ്ഞു. 8 ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്. നോക്കൂ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് വർദ്ധിപ്പിക്കുക. നോക്കൂ, ഇവിടെ പറയുന്നത് ടാർഗറ്റിംഗ് നെറ്റ് സീറോ ഇമ്പോർട്ട് ത്രൂ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ഇലക്ട്രോണിക്കുമായി ബന്ധപ്പെട്ട ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് നെറ്റ് സീറോ ഇമ്പോർട്ടേ ചെയ്യരുത്. നമുക്ക് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും മറ്റു രാജ്യങ്ങളും നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ അത് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഡിജിറ്റൽ രംഗത്ത് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് സീറോ ഇമ്പോർട്ട്, അതായത് ഇറക്കുമതി പൂർണ്ണമായും നിയന്ത്രിക്കുക എന്നതാണ്. അതായത് നമ്മുടെ ഡിജിറ്റൽ മേഖലയിലുള്ള പ്രൊഡക്ഷൻ, ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഇനി IT ഫോർ ജോബ്. ഇനി അതുപോലെ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. നോക്കൂ, ട്രെയിനിങ് 1 crore സ്റ്റുഡൻസ് ഫോർ IT ജോബ്സ്. 1 കോടി വിദ്യാർത്ഥികൾക്ക് ഈ IT മേഖലയിൽ തൊഴിൽ നൽകുക. ആൻഡ് സെറ്റിംഗ് അപ്പ് BPOs ഇൻ നോർത്തേൺ സ്റ്റേറ്റ്സ്. BPOs എന്ന് പറഞ്ഞാൽ എന്താണ് BPOs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. അതായത് ഒരു സ്ഥാപനം മെയിനായിട്ടുള്ള വർക്കുകളൊക്കെ ആ സ്ഥാപനം നേരിട്ട് ചെയ്തിട്ട് അല്ലാത്ത കുറേ വർക്കുകളൊക്കെ ഔട്ട്സോഴ്സിങ് ഏജൻസിനെ കൊണ്ട് അവരിലൂടെ ചെയ്യിച്ചെടുക്കുന്നു. അപ്പോഴവിടെയും തൊഴിലവസരം വർദ്ധിക്കുകയാണ്. നോക്കൂ, ഒരുപാട് ഈ IT മേഖലയിലെ തൊഴിലവസരങ്ങൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു കമ്പനി അവിടെയുള്ള സ്റ്റാഫിനെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാത്ത പ്രധാന വർക്കുകളൊക്കെ അവർ ചെയ്യും. ബാക്കി ഒരുപാട് മേഖലയിലുള്ള വർക്ക് ഔട്ട്സോഴ്സിങ് ഏജൻറ്റിന് കൊടുക്കും, പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കും. അപ്പോൾ അതിലൂടെ സംഭവിക്കുന്നതാണ് IT ജോബ് ഇത് ഒരു വലിയ തൊഴിൽ മേഖലയായി മാറുന്നു. ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു മേഖലയായി മാറുന്നു. ഇത് 9 പില്ലേഴ്സ് കൂടി ഒന്ന് പഠിച്ചു വെച്ചുകൊള്ളുക. ഇനി അടുത്ത് നോക്കൂ, ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടേമാണ് ഡിജി ലോക്കർ. ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ലോക്കർ. എന്താണ് ഡിജിറ്റൽ ലോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിജിറ്റൽ ലോക്കർ, സിറ്റിസൺസ് ക്യാൻ ഡിജിറ്റലി സ്റ്റോർ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ലൈക്ക് മാർക്ക് ഷീറ്റ്സ്, പാൻ, ആധാർ ആൻഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്. നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ആധാർ കാർഡ്, മാർക്ക് ലിസ്റ്റുകൾ, എന്തെങ്കിലും മറ്റ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ ഫയലിൽ കെട്ടി എല്ലായിടത്തും കൊണ്ട് നടക്കണമെന്നില്ല. ഇതെല്ലാം നമുക്ക് ഡിജിറ്റലായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്ത് വയ്ക്കാം. മൊബൈലിൽ തന്നെ നമുക്കിതെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഉള്ള ഗുണം എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിൽ എന്തെങ്കിലും മോഷണം പോയി, നമ്മൾ ഇത് സൂക്ഷിച്ച് വെച്ചിരുന്ന പെട്ടിയോടുകൂടി ആരെങ്കിലും കൊണ്ടുപോയി, നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമുക്കറിയാലോ, ഇപ്പം പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടായി, ആ വീടിരുന്ന സ്ഥലമൊക്കെ നമ്മൾ സ്ഥലത്തില്ലായിരുന്നു, ആ വീടിരുന്ന സ്ഥലത്ത് സാധനങ്ങളെല്ലാം ഒലിച്ചു പോയി, നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ അതാണ്. ഡിജിറ്റലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള സംവിധാനത്തിൻ്റെ പേരാണ് ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ. സിറ്റിസൺ ക്യാൻ ഡിജിറ്റലി സ്റ്റോർ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ലൈക്ക് മാർക്ക് ഷീറ്റ്, പാൻ, ആധാർ ആൻഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ദിസ് റെഡ്യൂസസ് നീഡ് ഫോർ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഈസി ഷെയറിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്. ഫിസിക്കലായിട്ട് നമ്മൾ കൊണ്ട് നടക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഈസി ഷെയറിംഗ് ആണ്. ആരെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു ബാങ്ക് നമ്മളോട് പറയുന്നു, എന്തെങ്കിലും നമ്മൾ ഒരു ലോൺ എടുക്കുകയോ മറ്റേതെങ്കിലും കാര്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ പറയുന്നു പാൻ കാർഡ്, നമ്മളൊന്ന് വിളിച്ച് പറയുകയാണ്, നമ്മളൊരു അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ പറയും, അയ്യോ നിങ്ങളുടെ പാൻ കാർഡ് വേണമായിരുന്നല്ലോ. നമ്മൾ ആ നിമിഷം നമ്മുടെ ഈ ഡിജി ലോക്കർ തുറന്ന് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പാൻ കാർഡ് അങ്ങ് അയച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി വേണം, നമ്മൾ അപ്പോഴും അയച്ചു കൊടുക്കുകയാണ്. മറ്റ് ഇതില്ലായിരുന്നെങ്കിലോ നമ്മൾ പോയി അതിൻ്റെ കോപ്പി എടുത്ത് അവിടെ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്ത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഡിജി ലോക്കർ സിസ്റ്റം ഏറ്റവും ഗുണകരമായ നമ്മുടെ ഒരു സൗകര്യപ്രദമായ ഒരു രീതിയാണ്. നമ്മുടെ വാല്യൂബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളെല്ലാം ഡിജിറ്റലായിട്ട് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ്. മെത്തേഡ് ഓഫ് സ്റ്റോറിങ് ഓൾ valuable documents digitally. It is called DigiLocker system.
മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഡിജി ലോക്കർ സംവിധാനം എന്നാണ് നിലവിൽ വന്നത്? 2015 തന്നെയാണ്. അപ്പോൾ 2015 എന്ന് പറയുമ്പോൾ, ജൂലൈ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെയാണ് അത് വരുന്നത്. ഇനി നോക്കൂ, പേ ഗവൺമെൻറ്. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇറ്റ് ഫെസിലിറ്റേറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് ടു ഓൾ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബാങ്കുകൾ. ഈ സർക്കാർ സ്വകാര്യ ബാങ്കുകളിലൂടെ എന്താണ് ഈ പേയ്മെൻറ്റുകളെല്ലാം നൽകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ പേയ്മെൻറ്റുകൾ, ഇപ്പോൾ ബാങ്ക് വഴി പേയ്മെൻറ്റ് നൽകാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഒരു സ്ഥാപനം, അതിൻ്റെ സ്ഥാപനത്തിലെ എംപ്ലോയീസിന് പേയ്മെൻറ്റ് നൽകണമെങ്കിൽ എംപ്ലോയീസിൻ്റെ ലിസ്റ്റ് ബാങ്ക് കൊടുത്താൽ മതി. എല്ലാം അക്കൗണ്ടിൽ പൈസയുണ്ട്, എല്ലാവരുടെ അക്കൗണ്ട് ആ ബാങ്കിലുണ്ട്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് കൊടുത്താൽ ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എല്ലാവരുടെ അക്കൗണ്ടിലേക്കും പെട്ടെന്ന് പോകും. ഗവൺമെൻറ്റിൻ്റെ പേയ്മെൻറ്റ് വളരെ ഈസി ആക്കുന്ന ഒരു സംവിധാനമാണ്. ഇനി നമുക്ക് ഇ ബിസ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ഇലക്ട്രോണിക് ബിസിനസ് എന്ന് തന്നെയാണ്. ദി ഇ ബിസ് ഇനിഷ്യേറ്റീവ് ബീയിങ് piloted by Department of Industrial Policy and Promotion seeks to provide comprehensive government to business. നമ്മൾ G2B പഠിച്ചത് ഓർമ്മയുണ്ടോ? ഗവൺമെൻറ് ടു ബിസിനസ്. അതാണ് ഗവൺമെൻറ്, ആ ഒരു ഇൻട്രാക്ഷനാണ് ഈ ബിസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ടു ബിസിനസ്, സർവീസസ് ടു ബിസിനസ് എൻറ്റിറ്റീസ് വിത്ത് ട്രാൻസ്പെറൻസി, സ്പീഡ് ആൻഡ് സെർട്ടൻ. അതായത് ഒരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ്, അതിന് ഇനീഷ്യലായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ നമ്മൾ സമർപ്പിക്കണം, ഇലക്ട്രോണിക്കിലൂടെ സംവിധാനമുണ്ട്. ഇനി അതിന് ലൈസൻസ് എടുക്കുന്നത്, ലൈസൻസ് റിന്യൂ ചെയ്യുന്നത്, ഇങ്ങനെ ബിസിനസ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ICT ഉപയോഗിച്ച് നടത്തുന്ന സംവിധാനമാണ് ഇ ബിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ബിസിനസ് സംബന്ധമായ എല്ലാ രേഖകളും ഡിജിറ്റലായിട്ട് കൈമാറാൻ കഴിയുന്ന ഒരു സംവിധാനം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഗവൺമെൻറ് ടു ബിസിനസ് എന്ന് പറയുന്ന ഒരു ഇൻട്രാക്ഷൻ പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ടാണ് ഓർക്കേണ്ടത്. വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയും. ഇനി നോക്കൂ, ഇ ബിസ് എന്നാണ് ലോഞ്ച് ചെയ്തത്? 2013 by the Department of Industrial Policy and Promotion and the Ministry of Commerce and Industry. നോക്കൂ, E-BIS was launched in 2013 by Department of Industrial Policies and Promotion and Ministry of Commerce and Industry. ക്ലിയർ അല്ലേ? നോക്കാം. ഇനി അടുത്തൊരു പ്രോജക്റ്റ് നോക്കൂ, ഒരു ഇനിഷ്യേറ്റീവ്, മേഘ്രാജ്, otherwise known as GI Cloud Initiative. GI means Government of India Cloud Initiative. Cloud computing involves delivery of different types of services over the internet. ഗവൺമെൻറ്റിൻ്റെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സർവീസുകൾ, സേവനങ്ങൾ, വ്യത്യസ്തമായ, അതാണ് ക്ലൗഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സേവനങ്ങൾ ഒറ്റ വെബ്സൈറ്റിലൂടെ ലഭ്യമാകുന്ന സംവിധാനമാണ് മേഘ്രാജ്. നോക്കൂ, ദിസ് ഇനിഷ്യേറ്റീവ് ഈസ് ടു ആക്സലറേറ്റ് ഡെലിവറി ഓഫ് ഇ സർവീസ് ഇൻ ദി കൺട്രി വൈൽ ഒപ്റ്റിമൈസിങ് ICT സ്പെൻഡിങ് ഓഫ് ദി ഗവൺമെൻറ്. ICT നമുക്കറിയാം, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലൂടെ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സേവനങ്ങൾ ഒരു വെബ്സൈറ്റിലൂടെ ലഭ്യമാകുന്ന ഒരു സംവിധാനമാണ് മേഘ്രാജ്, ലോഞ്ച്ഡ് ഇൻ ദി ഇയർ 2014. 2014 ദീക്ഷ കേൾക്കുമ്പോഴേ അറിയാം, ദീക്ഷ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. സ്കൂൾ നോക്കൂ, ഇറ്റ് ഈസ് എ നാഷൻ വൈഡ് പ്ലാറ്റ്ഫോം ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ നോൺ as ദീക്ഷ. ദീക്ഷയുടെ ഫുൾ ഫോം എന്താണ്? ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ആൻഡ് ഷെയറിംഗ്. Digital Infrastructure for Knowledge and Sharing. Diksha. It is a nationwide platform for school education. സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള ഒരു ദേശീയ തലത്തിലുള്ള പ്ലാറ്റ്ഫോമാണ് ദീക്ഷ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2017. ഈ വർഷങ്ങളൊക്കെ ഒന്ന് പഠിച്ചുകൊള്ളുക. ദീക്ഷ ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം, ഒരു സ്കൂൾ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമായ ദീക്ഷ നിലവിൽ വന്നത് 2017 ആണ്. ലോഞ്ച്ഡ് ബൈ നാഷൻ വൈഡ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. എന്ന് വെച്ചാൽ NCERT, നമുക്കറിയാം NCERT അണ്ടർ ദി ഡയറക്ഷൻ ഓഫ് ദി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ
വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള NCERTയുടെ ആഭിമുഖ്യത്തിലാണ് ദീക്ഷ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ദീക്ഷ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ NCERT ആണ്. NCERT ഏത് മിനിസ്റ്ററുടെ കീഴിലാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്? തീർച്ചയായിട്ടും അറിയാമല്ലോ, അത് മിനിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള NCERT ആണ് ശരിക്ക് ദീക്ഷ എന്ന് പറയുന്ന ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിന് 2017 രൂപം കൊടുത്തത്. അപ്പോൾ ഇത് ദീക്ഷ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഇയർ 2017, ലോഞ്ച്ഡ് ബൈ NCERT അണ്ടർ ദി ഡയറക്ഷൻ ഓഫ് ദി മിനിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ. ഓർമ്മിച്ചുകൊള്ളേ. അപ്പം പ്ലാറ്റ്ഫോം റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചാൽ ദീക്ഷയാണ്. ദീക്ഷ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2017 ആണ്. അത് ലോഞ്ച് ചെയ്തത് ഏതാണ്? NCERT ആണ്. NCERT എന്ന് പറഞ്ഞാൽ നാഷൻ വൈഡ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അണ്ടർ ദി ഡയറക്ഷൻ ഓഫ് ദി മിനിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം NCERTയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ ഒരു സ്കൂൾ വിദ്യാഭ്യാസ ദേശീയ തലത്തിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമിനെയാണ് ദീക്ഷ എന്ന് പറയുന്നത്. ഇനി മേരി ബക്സ്ജാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസർ ഓഫ് ആതൻറ്റിക്കേഷൻ സർവീസ് ഇൻ വിച്ച് എ സിംഗിൾ സെറ്റ് ഓഫ് ക്രെഡൻഷ്യൽ പ്രൊവൈഡ് ആക്സസ് ടു മൾട്ടിപ്പിൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓർ സർവീസസ്. ഗവൺമെൻറ്റിൻ്റെ വിവിധ തരത്തിലുള്ള സേവനങ്ങൾ, ഓരോ പാസ്വേഡും അതുപോലെ തന്നെ ID ഒന്നും വേണ്ട, ഒറ്റ പാസ്വേഡും ID നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ ലഭ്യമാകുന്നതിനുള്ള ഒരു സംവിധാനമാണ് മേരി ബക്സ്ജാൻ എന്ന് പറയുന്നത്. ലോഞ്ച്ഡ് ഇൻ 2022 ബൈ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അതായത് ഗവൺമെൻറ്റിൻ്റെ വിവിധ സേവനങ്ങൾ ശരിക്ക് ഒരു പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നേടാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഏതാണ് മേരി ബക്സ്ജാൻ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഉമാങ്, യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ്. യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ്. നിങ്ങൾക്കറിയാം, യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ വിച്ച് പ്രൊവൈഡ്സ് ആക്സസ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസസ് ഇൻക്ലൂഡിംഗ് ആധാർ, ഡിജിറ്റൽ ലോക്കർ, ഡിജി ലോക്കർ, പാൻ, എംപ്ലോയ്മെൻറ്റ് പ്രോവിഡൻറ്റ് ഫണ്ട്, EPF സർവീസസ് എക്സെട്ര. നോക്കൂ, ഇത്തരത്തിലുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള ചില സർവീസുകൾ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും ഉമാങ് എന്ന് പറയുന്നത്. അതൊരു ആപ്ലിക്കേഷനാണ്. യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവൺമെൻറ്. യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ വിച്ച് പ്രൊവൈഡ്സ് ആക്സസ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഒരു ആക്സസ് നൽകിക്കൊണ്ട് എന്തിനാണ്? ഏത് സർവീസുകൾ? ഇൻക്ലൂഡിങ് ആധാറുമായി ബന്ധപ്പെട്ട, ഡിജി ലോക്കറുമായി ബന്ധപ്പെട്ട, പാനുമായി ബന്ധപ്പെട്ട, EPFുമായി ബന്ധപ്പെട്ട സർവീസുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സംവിധാനത്തിൻ്റെ പേരാണ് ഉമാങ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. ഇനി എന്നാണിത് ആരംഭിച്ചത്? ലോഞ്ച്ഡ് ഇൻ നവംബർ 2017, 2017 നവംബറിലാണ് ഇത് ആരംഭിച്ചത്. ഇത് നമ്മൾ കുറച്ച് ഡേറ്റുകൾ ഇന്ന് പറഞ്ഞു, നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കണം കേട്ടോ. ഇനി ഈ കോർട്ട്, ഇതൊക്കെ കേൾക്കുമ്പോഴേ അറിയാം. ലോഞ്ച്ഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് നടപ്പിലാക്കിയ, അതായത് നമ്മുടെ നിയമ മന്ത്രാലയം നടപ്പിലാക്കിയ ഒരു സംരംഭമാണ് ഈ കോർട്ട്. കേൾക്കുമ്പോഴേ അറിയാം എന്തായിരിക്കും അത്. ദി മിഷൻ മോഡ് പ്രോജക്റ്റ്, MMP, ദി മിഷൻ മോഡ് പ്രോജക്റ്റ് എയിംസ് അറ്റ് യൂട്ടിലൈസിങ് ടെക്നോളജി. ഇതിനെയാണ് നമ്മൾ, ഈ കോർട്ടിനെയാണ് നമ്മൾ മിഷൻ മോഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എയിംസ് അറ്റ് യൂട്ടിലൈസിങ് ടെക്നോളജി ഫോർ ഇംപ്രൂവ്ഡ് പ്രൊവിഷനിങ് ഓഫ് ജുഡീഷ്യൽ സർവീസസ് ടു ദി സിറ്റിസൺ. കണ്ടോ, നീതിന്യായ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഡിജിറ്റൽ സംവിധാനമാണ് ഈ കോർട്ട്. നീതിന്യായ സംവിധാനം അല്ലെങ്കിൽ നീതിന്യായ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് സംവിധാനത്തിൻ്റെ പേരാണ് ഈ കോർട്ട് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇനി നോക്കൂ,
ഇ ഗ്രാം സ്വരാജ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഈസ് യൂസർ ഫ്രണ്ട്ലി വെബ് ബേസ്ഡ് പോർട്ടൽ. ഇ ഗ്രാമ സ്വരാജ് എന്ന് പറയുന്ന ഒരു പോർട്ടലാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് ടു സ്ട്രെങ്തൻ ദി ഇ ഗവേണൻസ് ഇൻ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എ വെബ് ബേസ്ഡ് പോർട്ടൽ which strengthen e-governance in പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്രോസ് ദി കൺട്രി. രാജ്യത്തെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഒരു വെബ് ബേസ്ഡ് പോർട്ടലിൻ്റെ പേരെന്താണ്? ഇ ഗ്രാം സ്വരാജ്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ഇ ഗവേണൻസ് രംഗത്ത് ശാക്തീകരിക്കുന്നതിന് വേണ്ടി, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു വെബ് ബേസ്ഡ് പോർട്ടലിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഇ ഗ്രാം സ്വരാജ്. ക്ലിയർ അല്ലേ? അത് ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്. കേൾക്കുമ്പോഴറിയാം അത് പഞ്ചായത്ത് രാജ് മന്ത്രാലയമാണ് ആ പദ്ധതി നടപ്പിലാക്കിയത്. നോക്കൂ, ഈ ശ്രം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കംസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പദ്ധതിയാണ്. തൊഴിൽ മന്ത്രാലയം ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് ഈ ശ്രമം. എന്തായിരിക്കാം? ഗവൺമെൻറ്റ്സ് അറ്റൻഷൻ ഈസ് ഓൾസോ ഫോക്കസ്ഡ് ഓൺ പ്രൊമോഷൻ ഓഫ് വെൽഫെയർ and providing social security to labor force both in organized and unorganized sector. സംഘടിത അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ക്ഷേമം പ്രദാനം ചെയ്യുന്നതും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവാണ്, ഒരു സംരംഭമാണ് ഈ ശ്രം. അപ്പോൾ ഈ ശ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, സംഘടിതരായിട്ടുള്ളതും അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾക്ക് ക്ഷേമം പ്രദാനം ചെയ്യുന്നതിനും അവരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തൊഴിൽ മന്ത്രാലയം ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് ഈ ശ്രം. മറന്നുപോരുത്. ദീക്ഷ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ ഈ ഗ്രാം സ്വരാജ്, നമ്മളിപ്പം പറഞ്ഞ പഞ്ചായത്ത് രാജിൻ്റെ ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ടത്. എന്നാൽ തൊഴിൽ മന്ത്രാലയം കൊണ്ടുവന്ന തൊഴിലാളികളുടെ ക്ഷേമവും സംഘടിതവും അസംഘടിതവുമായ മേഖലയിൽപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമവും സാമൂഹിക സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഈ ശ്രം മറന്നു പോകരുത്. ഇനി നോക്കുക, സ്വമിത്വ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സർവേ ഓഫ് വില്ലേജസ് ആൻഡ് മാപ്പിംഗ് വിത്ത് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയ. സർവേ ഓഫ് വില്ലേജുകളുടെ സർവേ എടുത്തിട്ട് അതിനെ മാപ്പാക്കി മാറ്റുന്ന പരിപാടി. വില്ലേജുകളുടെ മാപ്പ് തയ്യാറാക്കുന്ന പദ്ധതി, സർവേയിലൂടെ മാപ്പ് തയ്യാറാക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം ഓഫ് മിനിസ്റ്ററി ഓഫ് പഞ്ചായത്ത് രാജ്. മിനിസ്റ്ററി ഓഫ് വില്ലേജുമായി ബന്ധപ്പെട്ടല്ലേ, വില്ലേജ് ഏരിയയല്ലേ. അപ്പം പഞ്ചായത്തി രാജ് പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് സമിത്വ എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നോക്കാം. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ. 2020 പഞ്ചായത്ത് രാജ് ഡേയുടെ അന്ന്. പഞ്ചായത്ത് രാജ് ഡേ എന്നാണ് എല്ലാവർക്കും അറിയാം, ഏപ്രിൽ മാസം 24 1992 പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കുന്നത്. 73rd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്, 73ാം ഭരണഘടനാ ഭേദഗതി. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് പഞ്ചായത്ത് രാജ് ഇൻ ഇന്ത്യ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ആക്ട്
മൂന്നിലാണ് 92ലാണ് പാസ്സാക്കുന്നത്. 73-ാം ഭരണഘടനാ ഭേദഗതി 1992. എന്നാൽ 1993 ഏപ്രിൽ മാസം 24-നാണ് പഞ്ചായത്ത് രാജ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്, പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരുന്നത്. അതുകൊണ്ട് പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന ദിവസമായ ഏപ്രിൽ 24-ന് പഞ്ചായത്ത് രാജ് ഡേ എന്ന്, ഇതൊക്കെ നമ്മൾ പഞ്ചായത്ത് രാജ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്, പഞ്ചായത്ത് രാജ് ഡേ. അപ്പോൾ ഏപ്രിൽ 24, 2020 ഏപ്രിൽ 24-ാം തീയതി നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ സമത്വ എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയത്. അതായത് ഡിജിറ്റൽ രീതിയിൽ വില്ലേജുകളുടെ സർവേ എടുത്തിട്ട് അത് മാപ്പ് തയ്യാറാക്കുന്ന, വില്ലേജ് ഏരിയയുടെ മാപ്പ് തയ്യാറാക്കുന്ന പദ്ധതിയാണ്. മിനിസ്റ്ററി ഓഫ് പഞ്ചായത്ത് രാജിന് കീഴിൽ വരുന്നതാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദി സെൻട്രൽ സെക്ടർ സ്കീം ലോഞ്ച്ഡ് ഇൻ, ഞാൻ നേരത്തെ പറഞ്ഞു 2020, 2020-ലാണ്, 2020 ഏപ്രിൽ 24-ലാണ് നടപ്പാക്കിയത്. ടു പ്രൊവൈഡ് റിക്കോർഡ്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ സമത്വ എന്ന് പറയുന്നതിൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയാമോ? ടു പ്രൊവൈഡ് റിക്കോർഡ് ഓഫ് റൈറ്റ്സ് ടു വില്ലേജ് ഹൗസ്ഹോൾഡ് ഓണേഴ്സ് പൊസസിങ് ഹൗസസ് ഇൻ ഇൻഹാബിറ്റഡ്, നോക്കൂ, ഇൻഹാബിറ്റഡ് റൂറൽ ഏരിയ, ജനസാന്ദ്രതയുള്ള അല്ലെ ജനവാസ മേഖലയായ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന വില്ലേജേഴ്സിന്, അവർക്ക് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വസ്തുവിൻ്റെ മതിയായ രേഖകളൊന്നും കൈവശം ഉണ്ടായെന്ന് വരില്ല. അപ്പം മതിയായ രേഖകളൊന്നും കൈവശമില്ലാതെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാമോ? അവർ ബാങ്കിലേക്കൊക്കെ പോയി ഒരു ലോൺ എടുക്കാൻ പോലും കഴിയില്ല. അവരുടെ പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊന്നും അവരുടെ കയ്യിൽ കാണില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഗ്രാമങ്ങളുടെ സർവേ ഡിജിറ്റലായിട്ട് എടുത്തിട്ട് അതിലൊരു മാപ്പ് തയ്യാറാക്കിയിട്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുന്നു? എന്നിട്ട് അവിടെ താമസിക്കുന്ന വില്ലേജേഴ്സിന് പ്രോപ്പർട്ടി കാർഡ് ഇഷ്യൂ ചെയ്യുന്നു. പ്രോപ്പർട്ടി കാർഡ്, ഉടമാവകാശം നൽകിക്കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പ്രോപ്പർട്ടി കാർഡ് കിട്ടുമ്പോൾ ആ പ്രോപ്പർട്ടി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ബാങ്കിൻ്റെ ഇടപാടുകളൊക്കെ നടത്താൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ചില മേഖലകൾ കാണും. പക്ഷെ അവിടെയൊക്കെ ജനവാസമുള്ള മേഖലയായിരിക്കാം. ആ മേഖലകളുടെയൊക്കെ മാപ്പിങ്ങിലൂടെ ആ മേഖലകൾ തയ്യാറാക്കിയിട്ട് ആ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വസ്തുവിന് അവർ താമസിക്കുന്ന പ്രോപ്പർട്ടിക്ക് ഒരു പ്രോപ്പർട്ടി കാർഡ്, ഉടമാവകാശം നൽകിക്കൊണ്ട് അവരതിൻ്റെ ഓണേഴ്സാക്കി മാറ്റിക്കൊണ്ട് ഉള്ള ഒരു പദ്ധതിയുടെ പേരാണ് ഈ സമത്വ എന്ന് പറയുന്ന പദ്ധതി. ക്ലിയർ അല്ലേ? ഇത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിജിറ്റൽ സംരംഭം തന്നെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഗവേണൻസ് ആയി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഒരു കുഞ്ഞു ടോപ്പിക്ക് കൂടി നമുക്കുണ്ട്, ഈ ഗവേണൻസ് ഇൻ കേരളത്തിലുള്ള ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോ ക്ലാസ്സിൽ ഉടൻ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്തിൽ ഈ ഗവേണൻസ് ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നന്നായി പഠിക്കുക. ഇതൊരു വല്ലാത്ത ടോപ്പിക്കാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന പോലെ അത്ര രസകരമല്ല എന്ന് എനിക്കറിയാം. കാരണം ഡേറ്റുകളും ഓരോ പ്രോജക്റ്റുകളും ഒക്കെ നമ്മൾ ഇച്ചിരി കാണാതെ പഠിച്ചാലേ മനസ്സിലാവൂ, നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ആവർത്തിച്ച് തന്നെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.